റിസ്ക് എടുക്കാൻ, കണ്ടന്റ് നല്ലതാണെങ്കിലും കണ്ടന്റ് ആ സിനിമയുടെ ഒരു ലോഞ്ചിവിറ്റിയെ സഹായിക്കുമെന്നും നാളെ ഈ മുടക്ക് മുതൽ തിരിച്ചു വരുമെന്നും ഉള്ള ഒരു ധൈര്യം കൊടുക്കാൻ അവർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ എവറി അച്ചീവ്മെന്റിന്റെ എല്ലാ അംഗീകാരങ്ങളും പോകുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറായ ഡോക്ടർ അജിത് ജോയ്ക്കാണ്. ജോയ് മൂവി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് അദ്ദേഹം ഈ സിനിമ ചെയ്തത്. സോ ഇപ്പൊ നമ്മുടെ ആട്ടത്തിന് സംഭവിച്ചിരിക്കുന്ന 3 അവാർഡുകൾ എന്ന് പറയുന്നത് മികച്ച സിനിമയ്ക്ക്, മികച്ച തിരക്കഥാകൃത്തിനും, അതോടൊപ്പം മികച്ച എഡിറ്റിങ്ങിന് ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യം അനൗൺസ് ചെയ്യുന്ന അവാർഡ് മികച്ച എഡിറ്റിങ്ങിന്റെ അവാർഡായിരുന്നു. അപ്പോൾ ആ അനൗൺസ്മെന്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും. കാരണം ഈ സിനിമ അതിന്റെ എഡിറ്ററാണ് ഈ ഇരിക്കുന്നത്, മഹേഷ് ഭുവനെ എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയുടെ എഡിറ്റിങ്ങിന് അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ ജൂറി, അവിടെ ഉണ്ടായിരുന്ന ജൂറി നല്ല ടെക്നിക്കൽ നോ ഹൗസ് ഉള്ള ഒരു ജൂറിയാണ്, അല്ലെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ആണ്. കാരണം ഈ സിനിമയിലെ എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ അല്ലെങ്കിൽ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ പറയുന്ന പോലത്തെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എഡിറ്റാണ്, വളരെ ഗ്രാഫിക്കൽ ഇമേജസും അല്ലെങ്കിൽ ഭയങ്കര ട്രാൻസിഷൻസും അല്ലെങ്കിൽ പിന്നെ നോൺ ലീനിയർ കട്ട്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന സാധാരണ ഭയങ്കര എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധാരണ പ്രേക്ഷകർ പറയുന്ന തരത്തിലുള്ള ഒരു എഡിറ്റ് അല്ല. ആദ്യ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ, ഓൾമോസ്റ്റ് അവസാനത്തെ സീൻ വരെ 10-13 പേര് എല്ലാ സീനിലും ഉള്ള, അതും ഒരു സ്പേസിൽ 70% ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ അത് ഷൂട്ട് ചെയ്യുക അതീവ ദുർഘടമാണ്. അത് എഡിറ്റ് ചെയ്യുക, അത് ഒരു കാഴ്ചക്കാരന് വളരെ സീംലെസ് ആയിട്ട് അനായാസമായിട്ട് അതിന്റെ കഥ പറച്ചിലിന് യാതൊരു ഒരു ഇറിറ്റേഷനോ ഒരു ബ്രേക്സോ ഒന്നും വരാതെ ഈസി ആയിട്ടുള്ള ഒരു കാഴ്ചാനുഭവം ഉണ്ടാക്കുന്ന വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത് അച്ചീവ് ചെയ്തത് മഹേഷിന്റെ ഒരു എക്സലൻസ് ആണ്. അപ്പോൾ അതിന് ഒരു 310ഓളം സിനിമകളാണ് കമ്പീറ്റ് ചെയ്തത്. ആ 310 സിനിമകളിൽ നിന്ന് നമുക്ക് മികച്ച എഡിറ്റിങ്ങിനുള്ള ഒരു അവാർഡ് കിട്ടിയത് അത് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. ഈ സിനിമ ഞാൻ പലവട്ടം പല വേദികളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിനിമ ഉണ്ടായി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വിനയ് ഫോർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് ഗിരീഷ് മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹം നിൽപ്പുണ്ട്. ഗിരീഷ് മേനോനാണ്, ഞങ്ങളെല്ലാവരും തന്നെ സുഹൃത്തുക്കളാണ്, 10-25 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ഗിരീഷ് മേനോനാണ് പറഞ്ഞത് നമുക്കൊരു സിനിമ ചെയ്യണം, എന്തെങ്കിലും ഒരു വർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. നമ്മളിങ്ങനെ ഒരു നാടകക്കാർ ഇത്രയും സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ള നാടകക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കരുത്, എന്തെങ്കിലും ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം വിനയ് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇവരെ വെച്ചിട്ട് ഈ ബാക്കിൽ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്, വേറെ ഇല്ലാത്തവരും ഇവരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ, നിനക്ക് അവരെ എനിക്ക് സിനിമയോട് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ട് എന്ന് പറയുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു വിനയ് ഫോർട്ട്. ഓഫ് കോഴ്സ് ഞങ്ങളുടെ കൂടെ ചേർന്ന ഈ കൂട്ടത്തിൽ ബാക്കി എല്ലാവരും സുഹൃത്തുക്കളായിട്ടിരിക്കും. ഇങ്ങനത്തെ ഒരു സിനിമയിലോട്ട് ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ഈ കൂട്ടത്തിന്റെ ഭാഗമാകുന്ന പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വിനയുടെ അടുത്ത് ചോദിച്ചു, ഈ ഹരി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാനായിട്ട് ഞാനൊരു 3-4 പേരുടെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ എൻ്റെ വിനയ് പറഞ്ഞാൽ നിനക്ക് മനസ്സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഷാജോൻ്റെ അടുത്ത് പോവുക, അതല്ല നിനക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മറ്റു 3-4 ഓപ്ഷൻസ് ഉണ്ട്, അവരൊക്കെ ഗംഭീരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സമാധാനമാണ് മെയിൻ. ഇപ്പം ഷാജോൻ്റെ നല്ല ആക്ടറാന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ എങ്ങനെ ഷാജോൻ്റെ അടുത്ത് പോവുകയും ഷാജോൻ ഈ സിനിമയുടെ ഭാഗമാവുന്ന അല്ല പ്രധാനപ്പെട്ടത്, ഞങ്ങളിൽ ഒരാളായി എന്നുള്ളത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു. ഈവൻ ടു ബി പ്രിസൈസ് അദ്ദേഹത്തിന്റെ അഭിനയ രീതി പോലും, അദ്ദേഹം വന്ന് ഒരു 10-20 മിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഇതിന്റെ അഭിനയത്തിന്റെ രീതി പോലും പോകുന്നത്. 20 മിനിറ്റിനകത്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഈ 12 ആണുങ്ങളുടെ എതിരെ ഒരാളാണ് പെണ്ണായിട്ട് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ടുള്ളത്. വേറെ 1-2 ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ മെയിൻ ലീഡായിട്ട് ഒരു പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടിയാണ് ഈ സിനിമയുടെ സോൾ, ആ സിനിമയുടെ എൻറ്റയർ വെയിറ്റ് ക്യാരി ചെയ്യുന്നത്.
ആ പെൺകുട്ടിയാണ്, അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന അതാരാണോ അയാളാണ്. ആ ആളായിട്ട് സെറിൻ ഷിറാവ് എന്ന് പറയുന്ന ആക്ടറിനെ ഞങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, പക്ഷേ ആ ഓഡിഷനിൽ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും ഓഡിഷനുകൾ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ അങ്ങനെ സെറിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ കാഴ്ചക്കാരന് ഇത്രയും ഒരു ന്യൂവാൻസ് പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൂടെയാണ് ആക്ച്വലി ഈ 3 അവാർഡല്ല, 4ാമതൊരു അവാർഡും കൂടെ ആഗ്രഹിച്ചിരുന്നത് സെറിന്റെ മികച്ച നടിയുള്ള അവാർഡാണ്. പക്ഷേ സാരമില്ല, സെറിൻ ഒരു മികച്ച നടിയാണെന്നുള്ളത് എന്തായാലും ഇന്ത്യയിലും എല്ലാ ഫിലിം മേക്കേഴ്സും തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. സെറിന് അതിൻ്റെതായ അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സെറിൻ. അപ്പോൾ കുറച്ച് സംസാരം കുറച്ച് നീണ്ടുപോയി, അത് ഈ സന്തോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയാണ്.